അങ്ങനെ നമ്മൾ 1 ലിറ്റർ വെള്ളം ഒരു കിലോ പെല്ലറ്റിനകത്ത് അങ്ങനെ ആക്കി. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മൾ 6 കിലോയുണ്ട്. എല്ലാം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ച്, ഇനി അതിൻ്റെ മുകളിൽ നമ്മളൊരു ബ്ലാങ്കറ്റോ, ഞാനിപ്പോൾ ഒരു ടവലാണ് ഇടുന്നത്, ഇതാ കണ്ടോ, ടവലിട്ട് നമ്മൾ മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നാളെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ചൂടെല്ലാം പോകും. ചൂടെല്ലാം പോയിട്ട് പൊതിഞ്ഞിങ്ങനെ വെച്ചിരിക്കുക. കണ്ടോ, നാളെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് തണുത്ത് കിട്ടും. തണുത്ത് കിട്ടുമ്പോൾ അത് വീണ്ടും എടുത്ത് ഞാൻ കാണിച്ചു തരാം, വിത്ത് എങ്ങനെ പാകുന്നതെന്ന് കാണിച്ചു തരാം. നാളെ വൈകിട്ടാകുമ്പോഴത്തേന് ഈ ചൂട് പോകത്തുള്ളൂ. ചൂട് പോയെങ്കിലല്ലേ നമുക്ക് കറക്റ്റായിട്ട്. ഇപ്പം ഞാൻ വിത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുക, വാങ്ങിച്ചുകൊണ്ട് വന്ന വിത്ത് അങ്ങനെ നമ്മൾ മൂടിക്കെട്ടി വെക്കണം, അന്നേരം സോഫ്റ്റ് ആകും. ഇത് തിളച്ച വെള്ളം ഒഴിച്ച് ചെയ്തത് കൊണ്ട് നല്ല ഇത് കണ്ടോ, ആവിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. ഇത് മൂടി വെച്ച് ഇനിയും നാളെ രാവിലെ ആകുമ്പോഴത്തെ ചൂട് പോകത്തില്ല. നാളെ വൈകിട്ട് ഇത് നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ഇതിന് ചൂട് നല്ലതായിട്ട് പോകും. എന്നിട്ട് ഓരോ കവറിലും 1 കിലോയുടെ ഒരു കവറല്ലേ, അപ്പോൾ നമ്മൾ വാങ്ങിയ കൂൺ വിത്ത് 2 കിലോയ്ക്കുള്ളതാണ്. അപ്പം പകുതിയായിട്ട് 1 പാക്കറ്റ് വിത്ത് പകുതിയായിട്ട് ഓരോ കവറിലിടണം. ഞാൻ അത് കാണിച്ചു തരാം നാളെ വൈകിട്ട്. ബാക്കി നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച പെല്ലറ്റാണ് ഇത്. നമ്മൾ 1 ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചല്ലോ ഈ പ്ലാസ്റ്റിക് കവറിനകത്ത്, കണ്ടോ, അതെല്ലാം ഇപ്പം തണുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് കൂൺ വിത്ത് ഇടാൻ പോവുകയാണ്. കൂൺ വിത്ത് ഇതാണ് കണ്ടോ, ഈ 1 പാക്കറ്റ് കൂൺ വിത്ത് 2 കിലോയ്ക്ക്, ഇത് ഓരോ കിലോ വീതമാണ്, 2 കിലോയ്ക്ക് ഇടാനുണ്ട്. അപ്പം ഞാനതൊരു പാത്രത്തിലോട്ട് വെച്ച്, ഇനി ഇത് പകുതി നമ്മൾ ഒരു കവറിൽ, പകുതി മറ്റേ കവറിൽ, അങ്ങനെയാണ് അളവ്, അങ്ങനെ ഇടണം. അങ്ങനെ നമ്മൾ കൂൺ വിത്തെല്ലാം ഇതിനകത്ത് ഇട്ട്, ഉണ്ടോ, കവറിലെല്ലാം ഇട്ട് ഇനി ഇത് 14 ദിവസം നമ്മൾ ഇത് എടുത്ത് മാറ്റി വെക്കണം. ചെറിയ, ഇപ്പം അങ്ങനെ വലിയ ഇരുട്ടുമുറി അങ്ങനെയൊന്നും വേണ്ട, ഒരു കാർട്ടൂൺ ബോക്സിൽ എന്തെങ്കിലും ആക്കി ഇത് നമ്മൾ വെക്കണം. വെച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇപ്പം മഴ സമയമായതുകൊണ്ട് ഈ 14 ദിവസത്തിനൊന്നും ആവശ്യം വരത്തില്ല. ചൂട് സമയമാണെങ്കിൽ ചിലപ്പോൾ 1 മാസം ഇരുന്നാലും ഇത് മൊത്തം വ്യാപിക്കത്തില്ല. ഇത് മൊത്തം ഇനിയും നമ്മൾ 14 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഈ കൂൺ വിത്തെല്ലാം കൂടെ മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കും. ഇത് മുഴുവനും വെളുത്ത് പഞ്ഞി പോലിരിക്കും ഈ പെല്ലറ്റ് മൊത്തം. ഇപ്പം എല്ലാം മണ്ണിൻ്റെ കളറല്ലേ, ഇത് മൊത്തം ഇനിയും വൈറ്റ് കളറാവും, പഞ്ഞി പോലെ, ഇങ്ങനെ പഞ്ഞി വ്യാപിച്ചിരിക്കുന്ന പോലെ ആവും. ഞാൻ 6 കിലോയുടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടോ, 6 കവറിൽ. ഇനിയും 14 ദിവസം കഴിഞ്ഞെടുത്തിട്ട് നമ്മളിതിനിങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചുറ്റിനും 1 സെൻറ്റിമീറ്റർ വിട്ട് കട്ട് ചെയ്യണം. പിന്നെ കത്തി വെച്ച് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇത് എവിടെയെങ്കിലും വെക്കുകയോ തൂക്കിയിടുകയോ ചെയ്യണം. എന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യണം. ഈ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യണം. വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യണം. അങ്ങനെ 4 ദിവസമൊക്കെ 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് കൂണിൽ നിന്ന് ഇറങ്ങി വരും. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അത് കാണിക്കും. കഴിഞ്ഞപ്പോൾ 5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞിട്ട് കൂണങ്ങനെ ഇതിൽ നിന്ന് വിരിഞ്ഞ് വരുന്നതെന്ന് വീഡിയോ ഇടാമേ.